നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് SNA സ്കീമിനകത്ത് എങ്ങനെ ഡിഡക്ഷൻസ് ഫയൽ ചെയ്യാമെന്നാണ്. നമ്മൾ സാധാ സ്കീംസ് അതായത് ഗ്രാൻഡ് സ്കീംസിലെല്ലാം നമ്മൾ ചെയ്യുന്നത് മിസലേനിയസ് ഡിഡക്ഷൻസ് വഴി നമുക്ക് ഡയറക്റ്റ് ചെക്ക് എഴുതി നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റും. SNA സ്കീം ആവുമ്പോൾ നമുക്ക് ആ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ഹോൾഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതുവഴിയാണ് ഡിഡക്ഷൻസ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ SNA സ്കീം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫണ്ട് തരുന്ന ഏജൻസിയുടെ ബാങ്കിലായിരിക്കും ഫണ്ട് ഇരിക്കുന്നത്. അത് കണക്ക് നമുക്കൊരു ലിമിറ്റ് നമ്മുടെ ബാങ്ക് SNA ചൈൽഡ് ബാങ്കിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ എപ്പം ട്രാൻസാക്ഷൻ നടത്തുന്നു അപ്പം പോയി പാരന്റ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് നമ്മളെ ഇതിലോട്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ SNA സ്കീംസിന്റെ അക്കൗണ്ടിലൊന്നും ഡയറക്റ്റ് ചെക്ക് ബുക്ക് ഇപ്പം ഇഷ്യൂ ചെയ്യാറില്ല. അപ്പം അതിന് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്. ഹോൾഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പം ആ ഓർഡർ പ്രകാരം നമ്മൾ ഒരു ഹോൾഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഹോൾഡിംഗ് അക്കൗണ്ട് നമ്മളെ സ്കീമിന്റെ അതേ ബ്രാഞ്ചിലായിരിക്കണം തുടങ്ങേണ്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ RGSയുടെ ഒരു അക്കൗണ്ടാണ് നമ്മൾ ഉള്ളത്. നമുക്കൊരു RGSയുടെ ഏജൻസി ഉണ്ട്. അതിലൊരു ഡിഡക്ഷൻ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ഏത് ബാങ്കിലാണോ ഏത് ബ്രാഞ്ചിലാണോ അതേ ബ്രാഞ്ചിൽ തന്നെ ഒരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന്റെ ZBA അക്കൗണ്ട് ആയിരിക്കണം. അത് നമ്മൾ ആ ഓർഡർ പ്രകാരം ആ ഓർഡർ ഉൾപ്പെടെയാണ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ബാങ്കുകാർക്ക് അത് മനസ്സിലാവും. കറണ്ട് അക്കൗണ്ട് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു അക്കൗണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ മാക്സിമം 14 ദിവസത്തിൽ കൂടുതൽ ഇതിനകത്ത് മണി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. 14 ദിവസം കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ ഏജൻസിയിലോട്ട് അക്കൗണ്ടിലോട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മാക്സിമം ചെക്കിന്റെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് ചെക്കിനും കൂടെ അപ്ലൈ ചെയ്യുക. നമുക്ക് ചെക്ക് വെച്ച് ചെയ്യാം, ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം, അല്ലാതെ നമുക്ക് RTGS വെച്ചും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സാധാ ഒരു സ്കീം ആഡ് ചെയ്യുന്ന അതേ മെത്തേഡ് വഴിയാണ് നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്കീം ആഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആദ്യം അഡ്മിൻ ലോഗിൻ കയറണം. അഡ്മിൻ ലോഗിൻ കയറിയിട്ട് മൈ സ്കീംസിനകത്ത് രജിസ്റ്റർ ന്യൂ സ്കീം എടുക്കുക. അതിനകത്ത് സ്കീമിന്റെ പേരിൽ സെലക്ട് സ്കീം എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമ്മൾ സ്കീമിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മൾ ഏത് SNA ടൈപ്പ് സ്കീമാണോ എടുക്കുന്നത് അതേ സ്കീമിന് വേണ്ടിയായിരിക്കും ഒരു ഹോൾഡിംഗ് അക്കൗണ്ട് എടുക്കുക. ഒരു ഹോൾഡിംഗ് അക്കൗണ്ട് ഒരു സ്കീമിന് മാത്രമേ മാപ്പ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ RGSയുടെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ SBMന്റെ എടുക്കുവാണെങ്കിൽ അപ്പൊ അതിന്റെ ഏതാണോ കറസ്പോണ്ടിങ് സ്കീം നമ്പർ അടിച്ചു കൊടുക്കുക, അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് തേർഡ് ഓപ്ഷൻ എടുക്കുക ഫണ്ട് റിസീവിങ് ഏജൻസിയിൽ. എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മളെ ഫണ്ടിങ് ഏജൻസി ആരാണോ അവരെ ഏജൻസി യൂണിക് കോഡ് അടിക്കുക. ഇപ്പം ഡയറക്ടറേറ്റിൽ നിന്ന് ഫണ്ട് വരുന്നത്, പഞ്ചായത്ത് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് ഫണ്ട് വരുന്നത് അതിന്റെ ആ ഏജൻസി യൂണിക് കോഡ് അടിക്കുക. ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് ആണെങ്കിൽ KLTV 00003876 എന്നാണ്. അത് അടിക്കുമ്പോൾ തന്നെ താഴെ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് എന്ന് വരും. അത് അടിച്ച് നമ്മൾ എൻ്റർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അടുത്ത ചെക്ക് SNA ഡീറ്റെയിൽസ് വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പം അക്കൗണ്ട് ടൈപ്പിനകത്ത് ഹോൾഡിംഗ് അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് വ്യത്യാസമായി വരുന്നത്. സാധാ ഒരു സ്കീം ആഡ് ചെയ്യുന്നതും ഹോൾഡിംഗ് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഈ ഒരെണ്ണം മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഏതാന്ന് വെച്ച് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് IFSC കോഡ് യൂസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് സെലക്ട് ചെയ്തതിനു ശേഷം അക്കൗണ്ട് നമ്പറും നമ്മളെ ബാങ്കിന്റെ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയ അതേ പേരും കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അത് സേവ് ചെയ്യുമ്പോഴത്തേക്ക് വിത്തിൻ 24 അവർ ബ്രാഞ്ച് സ്റ്റാറ്റസും ബാങ്ക് സ്റ്റാറ്റസും അപ്രൂവൽ ആവും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ഏജൻസി നമുക്ക് ഫണ്ടിങ് ഏജൻസി നമ്മുടെ ഹോൾഡിംഗ് അക്കൗണ്ട് അപ്രൂവ് ചെയ്യണം. അത് അവർ അപ്രൂവ് ചെയ്യും. ഇല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ഏജൻസിയെ വിളിച്ച് അപ്രൂവലിന് ചോദിച്ചാൽ മതി. ഉടനെ തന്നെ അവർ അപ്രൂവ്മെന്റ് ചെയ്തു തരും. അപ്പം ഇതെല്ലാം അപ്രൂവ് ആയ ശേഷം നമുക്ക് അക്കൗണ്ട് ടൈപ്പ് HOL ഹോൾഡിംഗ് ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അത് അറിയണമെങ്കിൽ മാനേജ് സ്കീം എടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും പ്രോസസ്സാണ് നമ്മൾ അഡ്മിൻ ലോഗിനകത്ത് ചെയ്യാനുള്ളത്. ഇനി നമ്മളൊരു സാധാ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പെൻഡിച്ചർ ചെയ്തു പോവുകയും ഡിഡക്ഷൻസ് അതിനകത്ത് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഡക്ഷൻസ് ഹോൾഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ഹോൾഡിംഗ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഫണ്ട് വിത്തിൻ 40 ഡേയ്സ് തന്നെ നമ്മൾ കറസ്പോണ്ടിങ് ഏജൻസിക്ക് പേയ്മെന്റ് ചെയ്യുകയും ചെയ്യാം. അത് ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യം നമ്മൾ സാധാ എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഈസ് ഡിഡക്ഷൻ കൊടുക്കുന്ന ടൈപ്പിൽ അവിടെ നിങ്ങളെ
ഡിഡക്ഷൻ രേഖപ്പെടുത്തുക, ഡിഡക്ഷൻ ടൈപ്പ് ഏതാണെന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ഡിഡക്ഷൻ ടൈപ്പാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രൊഫഷണൽ ടാക്സ് ആണെങ്കിൽ പ്രൊഫഷണൽ ടാക്സ്, പിന്നെ GST ആണെങ്കിൽ GST, പിന്നെ IT ആണെങ്കിൽ IT. അങ്ങനെ ഒത്തിരി ടൈപ്പ് നമുക്ക് മിസ്ലേനിയസ് ഡിഡക്ഷനകത്ത്, അതായത് ഈ ഡിഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് ഒരു വെണ്ടർക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം, അതായത് നമ്മൾ പേയ്മെന്റ് നടത്തി അത് വെണ്ടർക്ക് സക്സസ്ഫുൾ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഓപ്പറേറ്റർ ലോഗിൻ എടുക്കുക. അതിനകത്ത് മിസ്ലേനിയസ് ഡിഡക്ഷൻ എന്ന സെക്ഷനിൽ ഫണ്ട് ട്രാൻസ്ഫർ ടു ഹോൾഡിംഗ് അക്കൗണ്ട്, ആ ഓപ്ഷൻസ് എടുക്കുക. ഓക്കെ, ആ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സ്കീം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡിഡക്ഷൻ ടൈപ്പ് ഏതാണോ കൊടുത്തത് അത് കൊടുക്കുക, എക്സ്പെൻഡിച്ചർ കൊടുക്കുക, ഫ്രം ഡേറ്റ് ടു ഡേറ്റ്, അത് നിങ്ങൾ കൊടുത്ത ആ ഒരു എക്സ്പെൻഡിച്ചർ കൊടുത്ത ആ ഡേറ്റ് കൊടുത്താൽ മതി. അപ്പം 7 days ഡ്യൂറേഷൻ അകത്ത് കൊടുക്കണം. അപ്പോൾ 13-ാം തീയതി കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെങ്കിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും 13 വെക്കാം. ഇല്ലെങ്കിൽ ഒരു 10 തൊട്ട് 17 വെച്ച് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡീറ്റെയിൽസ് റിഡക്ഷൻസ് മൊത്തം കാണിക്കും. അതിനകത്ത് അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ടു ഹോൾഡിംഗ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഫണ്ട് ട്രാൻസ്ഫർ ടു ഹോൾഡിംഗ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ട്രാൻസ്ഫർ ടു ഹോൾഡിംഗ് അക്കൗണ്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള നറേഷൻ ആണ്. ഒന്ന് നമ്മുടെ ഈ എക്സ്പെൻഡിച്ചർ ഈ ഡിഡക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു നറേഷനും, രണ്ട് പാസ്ബുക്കിനകത്ത് വരുന്ന നറേഷനും, രണ്ടും സെയിം കൊടുക്കുക. നിങ്ങൾ എന്താ പ്രൊഫഷണൽ ടാക്സ് ആണെങ്കിൽ പ്രൊഫഷണൽ ടാക്സ്, വേറെ എന്തെങ്കിലും ടാക്സ് ആണെങ്കിൽ അത് കറക്റ്റ് കൊടുത്ത് മന്ത് ഇയറും കൂടെ കൊടുത്ത് നിങ്ങൾ ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിയുമ്പം നമുക്ക് ഏത് മെത്തേഡാണ് പേയ്മെന്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമ്മൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് നമുക്ക് ഈ പേയ്മെന്റ് യൂസിങ് DSC ആണ്. 10 മെത്തേഡുകൾ നിങ്ങളെ ബാങ്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ഈ പേയ്മെന്റ് യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചാണ്. ഓക്കെ, അത് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു TFR ഫയൽ ക്രിയേറ്റ് ചെയ്യും, ട്രാൻസ്ഫർ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ട്രാൻസ്ഫർ ഫയൽ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് ഓപ്പറേറ്റർ ലോഗിൻ ചെയ്യേണ്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്രൂവർ ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്രൂവർ ലോഗിനകത്ത് മിസ്ലേനിയസ് ഡിഡക്ഷൻ ഫയലിങ്ങിനകത്ത് വ്യൂ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിനകത്ത് നമ്മൾ സ്റ്റാറ്റസ് സബ്മിറ്റ് കൊടുത്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്ത TFRന്റെ ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും. അത് സെലക്ട് ചെയ്ത് അപ്രൂവ് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്രൂവിന്റെ ജസ്റ്റ് ഒരു റീസൺ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോൾഡിംഗ് അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടുള്ള പ്രോസസ്സിന്റെ മെയിൻ സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ മെത്തേഡ് അനുസരിച്ച് മാറും. നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ പേയ്മെന്റിൽ നമ്മൾ ഡിജിറ്റലി സൈൻ ഫയലിനകത്ത് ആ സ്കീം സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വന്ന് കിടക്കും. അത് ഡിജിറ്റലി സൈൻ ചെയ്ത് വിടുക. എങ്കിൽ മാത്രമേ ഹോൾഡിംഗ് അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. അല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ആ കറസ്പോണ്ടിങ് മെത്തേഡ് അനുസരിച്ച് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഈ പേയ്മെന്റിനകത്ത് ഡിജിറ്റലി ട്രാൻസ്ഫർ ഫയലിനകത്ത് സ്കീം സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്ത പേയ്മെന്റ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ DSC ആണെങ്കിൽ ഈ പേയ്മെന്റിൽ ഡിജിറ്റലി സൈൻ ഫയലിനകത്ത് നമ്മൾ സ്കീം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കാണും. നമ്മൾ സാധാ പേയ്മെന്റ് സൈൻ ചെയ്ത് വിടുന്ന കണക്ക് ചെയ്ത് വിടുക. എന്നിട്ട് നമ്മൾ ഹോൾഡിംഗ് അക്കൗണ്ടിലോട്ട് ഫണ്ട് ക്രെഡിറ്റ് ആയെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് എഴുതി കറസ്പോണ്ടിങ് ആയിട്ട് ആർക്കാണോ കൊടുക്കേണ്ടുള്ള പേയ്ക്ക് ആ പേയുടെ പേരെഴുതി നമുക്ക് അത് അതിന്റെ കൂടെ ചെല്ലാനും കൂടെ വെച്ച് നമുക്ക് അത് അടയ്ക്കാം. അത് വിത്തിൻ 14 days തന്നെ നമ്മൾ അത് ചെയ്തിരിക്കണം. മാക്സിമം ഫസ്റ്റ് വീക്കിൽ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ ഫണ്ട് തിരിച്ച് അക്കൗണ്ടിലോട്ട് പോകും. ഇനി നിങ്ങൾ ഡീറ്റെയിൽ സൈൻ അല്ല വേറെ ഏതെങ്കിലും മെത്തേഡാ ചെയ്യുന്നെങ്കിൽ ആ മെത്തേഡിന്റെ പേയ്മെന്റ് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു. ഈ ഡിഡക്ഷൻസ് എല്ലാം ഫയൽ ചെയ്തതിനു ശേഷം നമുക്ക് ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിഡക്ഷന്റെ പോർഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം എല്ലാവരും ഈ ഡിഡക്ഷൻ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു എന്നാണ് എല്ലാവരെയും ഒരു ഇത്. പക്ഷെ അങ്ങനല്ല, നമുക്ക് ഡിഡക്ഷൻ സെറ്റിൽമെന്റ് PFMS രേഖപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഹോൾഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഫണ്ട് നമ്മൾ ഡിഡക്ഷന് വേണ്ടി യൂസ് ചെയ്തു എന്ന് PFMS രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പം അതിനായിട്ടുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടുള്ളത് ഓപ്പറേറ്റർ ലോഗിൻ എടുക്കുക. ഓപ്പറേറ്റർ ലോഗിൻ എടുത്തിട്ട് മിസ്ലേനിയസ് ഫയലിംഗ്, അതിനകത്ത് ഡിഡക്ഷൻ സെറ്റിൽമെന്റ്, ഈ ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ഈ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ നേരെ സ്കീം ടൈപ്പ് എടുക്കുക. ഇപ്പൊ നമ്മൾ RGS ഒരു ഫയലാണ് നോക്കുന്നത്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീമായിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിനകത്ത്
നമ്മൾ കറസ്പോണ്ടിങ് സ്കീം സെലക്ട് ചെയ്തു, മൊഡ്യൂൾ എക്സ്പെൻഡിച്ചർ മൊഡ്യൂൾ. ഓൾമോസ്റ്റ് നമ്മളെല്ലാം എക്സ്പെൻഡിച്ചർ മൊഡ്യൂളിലായിരിക്കും ചെയ്യുന്നത്. അഡ്വാൻസ് മൊഡ്യൂളിൽ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടെങ്കിൽ, അഡ്വാൻസ് എടുക്കുന്ന രീതിയിൽ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അഡ്വാൻസ് മൊഡ്യൂളിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ദെൻ നമ്മൾ ഫയൽ ചെയ്ത ഡേറ്റ് എടുക്കുക. ഞാനൊരു 10 തൊട്ട് ടു ഡേറ്റ് ഓട്ടോമാറ്റിക് ഒരു 17-ാം തീയതി വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വന്നേക്കുന്ന ആ ടൈമിൽ വന്നേക്കുന്ന 2 ഡിഡക്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഡിഡക്ഷൻ ടൈപ്പ് ഇതിനകത്ത് കൊടുക്കണ്ട, ഓൾ കൊടുത്തങ്ങ് പോയാൽ മതി. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു സാങ്ഷൻ നമ്പർ 2 ഡിഡക്ഷൻ ആണ് വന്നേക്കുന്നത്. അപ്പൊ 2 പ്രൊഫഷണൽ ടാക്സിന്റെ ഡിഡക്ഷൻ ആണ് വന്നേക്കുന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് ഡിഡക്ഷൻ എടുത്ത് ഓരോന്നും സിംഗിൾ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. സംടൈംസ് നമ്മൾ ചെയ്തേക്കുന്ന ചെല്ലാൻ എല്ലാത്തിനും ഒറ്റ ചെല്ലാനായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഡീറ്റെയിൽ എല്ലാത്തിനും ആഡ് ചെയ്ത് പോകണം. ഓരോ തവണ ആഡ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അത് ടിക്ക് ചെയ്തിട്ട് ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ അതിൽ താഴോട്ട് ചെല്ലാൻ നമ്പർ, ടോട്ടൽ എമൗണ്ട്, പേയി, പേയ്മെന്റ് ഡീറ്റെയിൽ, പേയ്മെന്റ് ഡേറ്റ്, പേയ്മെന്റ് മോഡ്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് മാൻഡേറ്ററി ആയിട്ട് എൻ്റർ ചെയ്യണം. പിന്നെ ഇൻസ്ട്രുമെന്റ് നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ എൻ്റർ ചെയ്യുന്ന സേഫ് ആണ്. നമുക്ക് പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചെല്ലാൻ നമ്പർ നമ്മൾ ചെല്ലാൻ നമ്പർ എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പേയ് പാലക്കാട് മുനിസിപ്പാലിറ്റി, പേയ്മെന്റ് ഡേറ്റ് മാർച്ച് 31. പേയ്മെന്റ് മോഡ് നിങ്ങൾ ചെക്ക് ആയിട്ടാണെങ്കിൽ ചെക്ക്, DD ആയിട്ടാണെങ്കിൽ DD, RTGS ആണെങ്കിൽ RTGS. അത് നിങ്ങൾ ചെയ്ത മെത്തേഡ് വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വൗച്ചർ ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണണമെങ്കിൽ മിസ്ലേനിയസ് ഡിഡക്ഷൻ എടുത്തിട്ട് മാനേജ് ഡിഡക്ഷൻ സെറ്റിൽമെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കണക്ക് തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ഫയൽ ചെയ്ത ഡിഡക്ഷൻസ്, സെറ്റിൽമെന്റ് ചെയ്യാൻ കൊടുത്ത ഡിഡക്ഷൻസ് നമ്മൾ കാണണമെങ്കിൽ മാനേജ് ഡിഡക്ഷൻ എടുക്കുക. അതിനകത്ത് നേരത്തെ കൊടുത്ത കണക്ക് തന്നെ സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിഡക്ഷൻ ഓൾ കൊടുത്തിട്ട് ഫ്രം ഡേറ്റ്, ഈ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് ചെയ്ത ഡേറ്റ് ആണ്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് അല്ല, പകരം നമ്മൾ ഈ ഡിഡക്ഷൻസ് സെറ്റിൽമെന്റ് ചെയ്യാൻ എടുത്ത ഡേറ്റ്. അപ്പൊ ഞാൻ എന്നത്തെ ഡേറ്റ് ആണ് കൊടുക്കുന്നത്? ഞാൻ സെറ്റിൽമെന്റ് ചെയ്തത് 31-ാം തീയതിയാണ്, അടച്ചത് 31-ാം തീയതിയും, ഫണ്ട് അതായത് എക്സ്പെൻഡിച്ചർ സ്റ്റാർട്ട് ചെയ്തത് 8-ാം തീയതിയാണ്. അപ്പൊ ഇവിടെ കൊടുത്ത ഡേറ്റ് ഞാൻ ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടി PFMS എടുത്ത ഡേറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ സബ്മിറ്റഡ് ചെയ്തേ ഉള്ളൂ. അപ്പം ഡിഡക്ഷൻ സബ്മിറ്റഡ് എന്ന ഇത് ഓപ്ഷൻ കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്തത് കാണാൻ പറ്റും. ഞാനിപ്പോ രണ്ടാമത് ഒന്നുകൂടെ ചെയ്തായിരുന്നു. അപ്പൊ ആ 2 ഓർഡറും ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഡിഡക്ഷൻ സെറ്റിൽമെന്റ് സബ്മിറ്റഡ് ആണ് സ്റ്റാറ്റസ് കിടക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ അടച്ച എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെയിം ചെല്ലാനാണ്, അതുകൊണ്ട് സെയിം തന്നെ നമ്പർ കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അത് അപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അപ്രൂവർ ലോഗിന് കയറണം. എന്നിട്ട് അവിടെ വെച്ച് നമ്മൾ അപ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അപ്രൂവർ ലോഗിനകത്ത് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മിസ്ലേനിയസ് ഡിഡക്ഷൻ ഫയലിനകത്ത് തന്നെ മാനേജ് ഡിഡക്ഷൻ സെറ്റിൽമെന്റ് എടുക്കുക. സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏത് സ്കീമാണോ ആ സ്കീം അനുസരിച്ച് സ്കീം ടൈപ്പും അത് കണക്കിന് സ്കീമിന്റെ പേരും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ചെയ്ത ഡേറ്റിന്റെ ആ ഒരു റേഞ്ച് വരുന്ന 7 days ഡിഫറൻസിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ചെയ്ത ഡേറ്റ് ആണ്, ഒന്നുകൂടെ പറയാണ്, ഡേറ്റ് കൊടുക്കുമ്പോൾ മാറിപ്പോകരുത്. സെർച്ച് ചെയ്തു, ഇത് രണ്ടും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ
ഓരോന്നെടുത്ത് അപ്രൂവ് ചെയ്ത് വിടുവാണ്. അപ്പം 2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത്തെ ഒന്നും കൂടെ എടുക്കുവാണ്. ഡേറ്റ് സ്കീം സെലക്ട് ചെയ്തു, ഡേറ്റ് സെലക്ട് ചെയ്തു, സ്റ്റാറ്റസ് സബ്മിറ്റഡ് എടുത്ത് അപ്രൂവ് എന്ന ഓപ്ഷൻ വരും. അപ്പൊ ഞാൻ അതും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത 2 എണ്ണവും ഞാൻ ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഓപ്പറേറ്റർ ലോഗിനിൽ നിന്ന് തന്നെ അപ്രൂവർ ലോഗിനിൽ അത് 2 സ്കീമും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഡക്ഷൻ ടൈപ്പ് ഓൾ കൊടുത്ത് നമുക്ക് ആ സ്റ്റാറ്റസ് ഒന്നുകൂടെ നോക്കണമെങ്കിൽ മാനുവൽ ഡിഡക്ഷനിൽ തന്നെ നമ്മൾ ചെയ്ത ഡേറ്റ് എടുത്തിട്ട് സ്റ്റാറ്റസ് മാറ്റി അപ്രൂവ്ഡ് എടുത്ത് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതോടെ ഡിഡക്ഷന്റെ സെറ്റിൽമെന്റും കഴിഞ്ഞു. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്. എങ്കിൽ മാത്രമേ നമ്മൾ ഡിഡക്ഷൻ ചെയ്തത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മളിപ്പം ആദ്യം ബാങ്ക് ഹോൾഡിംഗ് അക്കൗണ്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്തു, കൂടെ തന്നെ ചെക്ക് ബുക്കിനുള്ള റിക്വസ്റ്റ് കൊടുത്തു. ആ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്പർ കിട്ടിയ ഉടനെ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ സാധാ പേയ്മെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പേയ്മെന്റ് ചെയ്തു പോവുക. ആ പേയ്മെന്റ് വെണ്ടർക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ലോഗിനിൽ നിന്ന് ലോഗിൻ ചെയ്ത് ഡിഡക്ഷൻ സെറ്റിൽമെന്റ് ആദ്യം ഡിഡക്ഷൻ നമ്മൾ ഹോൾഡിംഗ് അക്കൗണ്ടിലോട്ട് മൂവ് ചെയ്യിക്കുക. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഹോൾഡിംഗ് അക്കൗണ്ടിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെക്ക് ത്രൂവോ RTGS വഴിയോ നമുക്ക് അത് പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിഡക്ഷൻ സെറ്റിൽമെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡിഡക്ഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ ടൈപ്പ് ഡിഡക്ഷൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, SNA ടൈപ്പ് അക്കൗണ്ട് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഹോൾഡിംഗ് അക്കൗണ്ട് ത്രൂ ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ഗ്രാൻഡ് പോലത്തെ ഹെൽത്ത് ഗ്രാൻഡ് പോലുള്ള അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്ന് കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് തന്നെ അത് ഡിഡക്ഷൻസ് നമുക്ക് അതുവഴി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യേണ്ടുള്ളതെന്ന് നമ്മളെ ഈ പഞ്ചായത്ത് ഡയറക്ടറേറ്റിന്റെ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന എക്സ്പെൻഡിച്ചർ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഗ്രാൻഡുകളിലെ ഡിഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇത് SNA ടൈപ്പ് സ്കീമിലാണ്. ഈ ടൈപ്പ് സ്കീമിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു കാരണവശാലും ബാലൻസ് കാണില്ല. നമ്മുടെ ഫണ്ട് തരുന്ന ഏജൻസിയുടെ മെയിൻ അക്കൗണ്ടിലായിരിക്കും ബാലൻസ്. നമ്മൾ ഡിഡക്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ചൈൽഡ് അക്കൗണ്ടിലോട്ട് ഫണ്ട് വരികയുള്ളൂ. ഓക്കെ,